بسم الله الرحمن الرحيم. ولو دخلت عليهم من أقطارها ثم سئلوا الفتنة لآتوها وما تلبثوا بها إلا يسيرا ولقد كانوا عاهدوا الله من قبل لا يولون الأدبار وكان عهد الله مسؤولا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1439 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 14-15 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو دخلت عليهم من أقطارها ثم سئلوا الفتنة لآتوها وما تلبثوا بها إلا يسيرا ولقد كانوا عاهدوا الله من قبل لا يولون الأدبار وكان عهد الله مسؤولا. صدق الله العلي. സൂറത്തുൽ അഹ്സാബിലെ 14-15 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അഹ്സാബ്, അതുപോലെ ബനു ഖുറൈള, ഈ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന യുദ്ധങ്ങൾ, അവയെ തുടർന്ന് ആ സംഭവവികാസങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആന്റെ വിലയിരുത്തലുകളാണ് നമ്മൾ സൂറത്തുൽ അഹ്സാബിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അഹ്സാബ് യുദ്ധത്തിന്റെ വളരെ ഭീഷണമായ സങ്കീർണമായ സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആയത്തുകളിലായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയും വളരെ വലിയ ഭീഷണിയായി രൂപപ്പെട്ടു വന്ന ആ സഖ്യകക്ഷികളുടെ മദീനയെ ലക്ഷ്യം വെച്ച്, മദീനയിലെ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ സൈനിക നീക്കം, അത് അള്ളാഹുവിന്റെ സഹായത്താൽ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ, അള്ളാഹുവിന്റെ സമയോചിതമായ ചില ഇടപെടലുകൾ കാരണമായിട്ട് മദീനവാസികൾക്ക് വളരെ സഹായകമായ വിധത്തിൽ കാര്യങ്ങൾ പര്യവസാനിക്കുന്നതാണ് നമ്മൾ കാണുകയുണ്ടായത്. വളരെ വലിയ പരീക്ഷണത്തിനായിരുന്നു സത്യവിശ്വാസികൾ ആ ഘട്ടത്തിൽ വിധേയരാവുകയുണ്ടായത്. സാഹചര്യം അതിന്റെ കടുത്ത ഭീഷണി നിറഞ്ഞ ആ അവസ്ഥ കാരണമായിട്ട് അവരുടെ കണ്ണുകളൊക്കെയും തുറിച്ചു പോകുന്ന, ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് കയറി വരുന്ന വിധത്തിലുള്ള അനുഭവമായിരുന്നു അവർക്ക്. മാത്രവുമല്ല, അവര് അള്ളാഹുവിന്റെ സഹായ വാഗ്ദാനത്തെ കുറിച്ചൊക്കെ വളരെ അവരെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന വിധത്തിലുള്ള ആലോചനകളും തോന്നലുകളും ഒക്കെ പോലും ഉള്ളവരായി മാറിപ്പോയി. വിശ്വാസികൾ ശരിക്കും വിറപ്പിക്കപ്പെട്ടു, വളരെ കഠിനമായ പരീക്ഷണത്തിന് വിധേയരാക്കപ്പെടുകയും ചെയ്തു. ആ ഘട്ടത്തില് കപടവിശ്വാസികളും ഹൃദയത്തില് വിശ്വാസരാഹിത്യത്തിന്റെയോ വിശ്വാസ ദൗർബല്യത്തിന്റെയോ ഒക്കെ രോഗബാധയുള്ള ആളുകളും പറഞ്ഞുപോയത് മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹുവും അവന്റെ ദൂതനും നമ്മളോട് വാഗ്ദാനം ചെയ്തത് വെറും ചതിയായിരുന്നു
എന്ന വിധത്തില് പറയുന്ന ഒരവസ്ഥയോളം കാര്യങ്ങൾ എത്തുകയുണ്ടായി. കപടവിശ്വാസികൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാൻ സാധ്യത വളരെ കൂടുതലുണ്ടായിരുന്നതാണ്. പക്ഷെ വിശ്വാസപരമായ ദൗർബല്യമുണ്ടായിരുന്ന ആളുകളും അങ്ങനെയൊക്കെ പറയുവോളം ആ സാഹചര്യത്തിന്റെ സന്നിഗ്ധത വളർന്നിട്ടുണ്ടായിരുന്നു എന്നതാണത് സൂചിപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു കൂട്ടര് പറയുകയുണ്ടായത്, യസ്രിബുകാരെ, നിങ്ങൾക്കിനി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല, നിങ്ങൾക്കിനി ഒരു വിധത്തിലും പ്രതിരോധിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല, നിങ്ങൾക്ക് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞു. ലാ മുഖാമലക്കും ഫർജിയോ, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന വിധത്തിലാണ് കൂട്ടത്തിലൊരു വിഭാഗം വേറൊരു വിഭാഗത്തോട് പറയുകയുണ്ടായത്. ഖന്തക്കിന് കിടങ്ങ് കുഴിച്ചുണ്ടാക്കിയ ആ ഭാഗത്ത് ശത്രുക്കള് കിടങ്ങിലൂടെ കയറി അകത്തേക്ക് മദീനാവാസികളുടെ അടുക്കലേക്ക് ഇരമ്പി കയറാതിരിക്കാൻ വേണ്ടി കിടങ്ങ് മുറിച്ചു കിടക്കുന്നവരെ നേരിടാൻ, അവരെ പിന്തിരിപ്പിക്കാനോ അവരെ ഭയപ്പെടുത്തി ഓടിക്കാനോ ഒക്കെ വേണ്ടി കിടങ്ങിന്റെ പരിസരത്തായിട്ട് 3000-ഓളം വരുന്ന സൈനികരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നിർത്തിയിരുന്നു. ആ വിഭാഗത്തോടാണ് ഇങ്ങനെ ചിലർ പറയുകയുണ്ടായത്, ഇനി ഇവിടെ നിങ്ങൾ കാവലിൽ നിന്നതുകൊണ്ടൊന്നും കാര്യമില്ല, നിങ്ങൾ വേഗം മടങ്ങിക്കോളൂ, പൊയ്ക്കോളൂ, നിങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന വിധത്തില് സംസാരിക്കുകയുണ്ടായത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനെ തുടർന്ന് നാലുപാട് നിന്നും പ്രതിസന്ധികൾ മൂർച്ഛിച്ചു വരുന്ന ആ ഘട്ടത്തില് ചിലര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അനുവാദം ചോദിക്കുകയാണ്. തങ്ങളുടെ കുടുംബത്തെയും വീടുകളെയൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. ഇന്ന ബുയൂതന ഔറത്തുൻ വമാഹിയ ബി ഔറ എന്നാണ് ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നത്. അവർ പറഞ്ഞത് തങ്ങളുടെ വീടുകൾ, തങ്ങളുടെ ഭവനങ്ങളൊക്കെ തന്നെ അരക്ഷിതമാണ് എന്നാണ്. എന്നാൽ വസ്തുത അങ്ങനെ ആയിരുന്നില്ല. വമാഹിയ ബി ഔറ, അതങ്ങനെ അരക്ഷിതമൊന്നും ആയിരുന്നില്ല. അവരുടെ വീടുകളെയും സ്വത്തുവകകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ട സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്നിട്ടും നിലനിൽക്കുന്ന ഭീഷണിയും പ്രതിസന്ധിയും ഒക്കെ തന്നെ ഇവർക്ക് മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരുമിച്ച് നേരിടേണ്ടതായിട്ട് ഉണ്ടായിരുന്ന ഭീഷണികളാണ്. അപ്പോ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലിരിപ്പ് അള്ളാഹു വെളിപ്പെടുത്തുകയാണ്, ഈ യുരീദൂന ഇല്ലാ ഫിറാറ, യുദ്ധരംഗം വിട്ട് ഓടിപ്പോകാനാണ് അവര് ഉദ്ദേശിച്ചിരുന്നത്. അവരുടെ മനസ്സിലിരിപ്പ് അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് യുദ്ധരംഗത്ത് നിന്ന് പിന്മാറാനായിരുന്നു അവരുദ്ദേശിച്ചിരുന്നത്. ഇനി മറ്റൊരു സംഭവം മറ്റൊരു സാധ്യത അള്ളാഹു വെളിപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട്. വലൗ ദുഖിലത്ത് അലൈഹിം മിൻ അഖ്താരി, ഈ സഖ്യകക്ഷികളെങ്ങാനും നാലു ഭാഗത്തു നിന്നുമായി അവരുടെ നേരെ പാഞ്ഞെടുത്തുകൊണ്ട് മദീനയുടെ ആ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയിരുന്നുവെങ്കിൽ, അതിനകത്തേക്ക് അവർക്ക് കയറാൻ പറ്റിയിരുന്നു എന്ന് സങ്കല്പിക്കുക. വലൗ ദുഖിലത്ത് അലൈഹിം മിൻ അഖ്താരിഹ, മദീനയുടെ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇവരെ നേരെ പാഞ്ഞെടുക്കുന്ന വിധത്തില് ഈ ശത്രുക്കളിലെ വിവിധ വിഭാഗങ്ങള് മദീനക്കകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, സുമ്മ സുഇലു, എന്നിട്ട് അവരോട് പറയുകയായിരുന്നു ഇങ്ങനെ, സുമ്മ സുഇലുൽ ഫിത്ന, കലാപം ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ സംഘടിത മുസ്ലിം വിഭാഗത്തിനും എതിരില് അവർക്കിടയിൽ തന്നെ പാളയത്തിൽ തന്നെ പടയുണ്ടാക്കുന്ന വിധത്തിൽ കലാപം ഉണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ, ശത്രുക്കൾ അങ്ങനെയാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കുക.
ഈ അഹ്സാബ് എന്ന പേരിൽ അറിയപ്പെട്ട ഖുറൈശികളും അവരെ പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ട ഗോത്രങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. വേറൊരു ഭാഗത്ത് നജിദ് പ്രദേശത്ത് നിന്ന് വന്ന റത്ഫാൻ, അസ്ജ പോലെയുള്ള ഗോത്രക്കാര്, പിന്നെ മദീനയിലെ തന്നെ ഒരു ഭാഗത്ത് മുസ്ലിങ്ങള് കരാറില് ആയിരുന്ന ബനു ഖുറൈള ഗോത്രം, ഇവരൊക്കെയും തന്നെ എല്ലാവിധത്തിലുമായി മുസ്ലിങ്ങളെ വളയുന്ന ഒരവസ്ഥ ഉണ്ടാവുക. മദീനയിലേക്ക് ഈ ശത്രു വിഭാഗങ്ങള് ഇരച്ചു കയറുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും എന്നിട്ട് നിങ്ങൾ കലാപം ഉണ്ടാക്കൂ എന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിൽ, ആരോടാണ് ഈ പറയുന്നത്? ഈ നേരത്തെ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം അണികളിൽ ഇളക്കമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച കപടവിശ്വാസികളും അതുപോലെ ദുർബല മനസ്കരായ ആളുകളും, അവരെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇങ്ങനെ ഇവരോട് ഈ ശത്രുക്കൾ അകത്തേക്ക് ഇടിച്ചു കയറിയതിനു ശേഷം ആ വിഭാഗത്തോടായിട്ട് ശത്രുക്കൾ പറയുകയാണ്, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരില് അകത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കിക്കോളൂ, കുഴപ്പമുണ്ടാക്കിക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ ലഅതൗഹ, അവരങ്ങനെ ചെയ്യുമായിരുന്നു, അവരതിലേക്കായിട്ട് തുനിഞ്ഞിറങ്ങുമായിരുന്നു. അതായിരുന്നു അവരുടെ ആ ഘട്ടത്തിലുള്ള മാനസിക നിലപാട്. വമാ തലബ്ബസു ബിഹ ഇല്ലാ യസീറ, അവരത് ശങ്കിച്ചു നിൽക്കുന്നത് വളരെ പരിമിതമായിട്ട് മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. അവരതിന് വൈമനസ്യം കാണിച്ച് മുസ്ലിം അണികൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്ന വിധത്തില് കലാപം ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന നടപടികളിലേക്ക് പോകാതെ മടിച്ചു നിൽക്കുന്നത് വളരെ കുറച്ചു മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അവര് കൂടുതൽ പേരും വളരെ എളുപ്പത്തിൽ തന്നെ ഈ കലാപം ഉണ്ടാക്കാനുള്ള പ്രേരണയിൽ പെട്ടുപോവുകയും അകത്ത് നിന്നുകൊണ്ട് വലിയ ശല്യമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു എന്നതാണ് അള്ളാഹു ആ വിഭാഗം ആളുകളെ കുറിച്ചുകൂടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ അവസ്ഥ? വലഖദ് കാനൂ അഹദുല്ലാഹ മിൻ ഖബ്ൽ, ഇവര് നേരത്തെ അള്ളാഹുവുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടതാണ്. ലാ യുവല്ലൂനൽ അദ്ബാർ, ഒരു കാരണവശാലും പിന്തിരിഞ്ഞോടുകയില്ല എന്ന് അള്ളാഹുവിനോട് ശപഥം ചെയ്തവരാണ് ഇവർ. വകാന അഹദുല്ലാഹി മസ്ഊല, നിശ്ചയമായിട്ടും അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ, അള്ളാഹുവിനോട് ചെയ്ത ശപഥം, അത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഒരു കരാറിനെ അല്ലെങ്കിൽ ഒരു ശപഥത്തെ പരാമർശിക്കുന്നുണ്ടല്ലോ. നേരത്തെ 2 വർഷം മുമ്പ് ഉഹദില് ഉണ്ടായ ഒരു വലിയ മുസ്ലിം പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയും വിഷമവും ദുഃഖവും ഖേദവും ഒക്കെ ഉണ്ടാകാൻ കാരണമായ ഒരു അനുഭവമുണ്ട്. ഉഹദിൽ സാഹചര്യം വളരെ സങ്കീർണമായി മാറിയപ്പോ, നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടം എത്തിയപ്പോ പലരും പിന്തിരിഞ്ഞോടിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചുരുക്കം ആളുകളും യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, പലർക്കും വളരെ മാരകമായ പരിക്കേൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത് ആ ഘട്ടത്തിലാണ്. അപ്പോ ആ ഘട്ടത്തിൽ പിന്തിരിഞ്ഞോടി എന്നത്, യുദ്ധക്കളം വിട്ടോടി എന്നത്, അത് മുസ്ലിം പക്ഷത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന പലർക്കും സംഭവിച്ച വലിയൊരു പിഴവാണ്. ആ പിഴവിന്റെ പേരിൽ അവര് ഖേദിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിനോട് തുടർന്ന് അവര് ഒരു അഹദ്, ഒരു ഉടമ്പടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനിയൊരിക്കലും ഞങ്ങള് ഇതുപോലെയുള്ള സാഹചര്യത്തിൽ പിന്തിരിഞ്ഞോടുകയില്ല എന്ന്. അങ്ങനെ കരാറ് ചെയ്ത ആളുകള് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് അവര് വെറുതെ നാവുകൊണ്ട് പറയുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഞങ്ങളിനി യുദ്ധക്കളം ഈ ഇങ്ങനെ പോരാട്ട രംഗം എത്ര ഭീഷണിയുള്ളതായിരുന്നാൽ പോലും യുദ്ധക്കളം വിട്ട് ഓടുകയില്ല എന്ന് അവർ അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തതാണ്. പക്ഷെ ആ പ്രതിജ്ഞ കേവലം അവരുടെ നാവുകൊണ്ടുള്ള സംസാരത്തിൽ മാത്രമുള്ള ഒരു പ്രതിജ്ഞ ആയിരുന്നു എന്നതാണ് അവരുടെ കാര്യത്തിൽ ഇപ്പോ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അള്ളാഹുവിനോട് ഒരാൾ ഒരു ഉടമ്പടി ഏതെങ്കിലും വിഷയത്തിൽ ചെയ്താൽ അയാള് ന്യായമായിട്ടും പ്രതീക്ഷിക്കേണ്ടത് ആ പ്രതിജ്ഞ അയാൾ പാലിക്കുമോ എന്ന വിധത്തില് അള്ളാഹു അയാളെ ഉടനെ തന്നെ വൈകാതെ തന്നെ പരീക്ഷിക്കുമെന്നതാണ്. ഇവിടെ ഉഹദിലെ ഈ ദുരനുഭവങ്ങൾ ഉണ്ടായ ആളുകൾ അള്ളാഹുവിനോട് ചെയ്ത ഉടമ്പടി അല്ലെങ്കിൽ പ്രതിജ്ഞ, തങ്ങൾ ഇനി ഒരിക്കലും പിന്തിരിഞ്ഞോടുകയില്ല എന്ന വിധത്തിലുള്ള പ്രതിജ്ഞ, ആ പ്രതിജ്ഞ അവർ പാലിക്കുമോ എന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യം തന്നെ കൊടുത്തുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അപ്പൊ ഈ ആളുകൾ ഇപ്പോ മദീനയിലേക്ക് ശത്രുക്കൾ നാലുപാട് നിന്നുമായി രമ്പിക്കയറുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ മുസ്ലിം നേതാക്കന്മാർക്കും ഒക്കെ എതിരിൽ കലാപമുണ്ടാക്കിക്കോളൂ എന്ന് അവരോട് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ കപട വിശ്വാസികളിൽ പലരും അതിന് എളുപ്പത്തില് വശംവദരാകുമായിരുന്നു. അതിന് സന്നദ്ധരാകുമായിരുന്നു. അതിന് മടിച്ചു നിൽക്കുക എന്നത് അവരുടെ ഭാഗത്ത് അതിനുള്ള റിലക്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പരിമിതമായി മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. അവർക്ക് വല്ലാതെയൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ടാവുമായിരുന്നില്ല. അവര് പാളയത്തിനകത്ത് പടയുണ്ടാക്കുന്ന ഫിത്ന ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും മുസ്ലിം പക്ഷത്തിന് വലിയ നഷ്ടവും പരാജയവും ഒക്കെ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുമായിരുന്നു എന്നതാണ് അള്ളാഹു അവരെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അത്തരം ആളുകളാണ് ഇവിടെ ഞങ്ങളുടെ കുടുംബവും വീടും ഒക്കെ അരക്ഷിതമാണ്, അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻനിരയിലുള്ള വിശ്വാസികളും ഒക്കെ ഉണ്ടായിരുന്ന അവസ്ഥയൊക്കെ തന്നെ ഇവർക്കും ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഭീഷണിയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള അരക്ഷിതാവസ്ഥയോ ഒന്നും ഇവരുടെ കാര്യത്തിൽ മാത്രമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഇവര് പിന്തിരിഞ്ഞോടാൻ മനസ്സ് പാകപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. ഇനി അഥവാ ശത്രുക്കള് മദീനക്കകത്തേക്ക് ഇരമ്പിക്കയറുകയും ഇവരോട് ഇങ്ങനെ പറയുകയും ചെയ്യാണ്, നിങ്ങൾ കലാപം ഉണ്ടായിക്കോളൂ, കുഴപ്പമുണ്ടാക്കിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ നേതൃത്വത്തിനെതിരിൽ ഒരു അനുസരണക്കേട് കാണിച്ചുകൊണ്ടുള്ള ഒരു കുഴപ്പം പാളയത്തിനകത്ത് നിങ്ങളുടെ സൈനിക കേന്ദ്രത്തിൽ ഉണ്ടാക്കിക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ ഈ ആളുകൾ അത് ചെയ്യുമായിരുന്നു. ഒമാ തലബസു ബിഹ ഇല്ല യസീറ, അവരതിൽ നിന്ന് അതിന് കൂട്ടാക്കാതെ മടിച്ചു നിൽക്കുന്ന ഒരു സംഗതി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിനവര് വല്ലാതെയൊന്നും മടിച്ചു നിൽക്കുമായിരുന്നില്ല എന്നതാണ് അവരുടെ ശരിക്കുള്ള മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു വിലയിരുത്തിക്കൊണ്ട് ഇവിടെ പറയുന്നത്. ഈ ആളുകൾ യഥാർത്ഥത്തിൽ നേരത്തെ ഉഹദില് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ തുടർന്ന് അള്ളാഹുവിനോട് ശപഥം ചെയ്ത് പറഞ്ഞ ആളുകളാണ്. അവര് നടത്തിയ ശപഥം ലാ യുവല്ലൂനൽ അദ്ബാർ, അവര് പിന്തിരിഞ്ഞോടുകയില്ല, പുറകോട്ട് ഓടുകയില്ല എന്ന്, യുദ്ധക്കളം വിട്ട് പേടിച്ച് ഓടുകയില്ല എന്ന കാര്യമാണ് അവർ അള്ളാഹുവിനോട് ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ആളുകള് ഓരോ അവസരവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെയും അതുപോലെ മുൻനിരയിലുണ്ടായിരുന്ന അനുയായികളെയും യുദ്ധക്കളത്തില് തനിച്ചാക്കിക്കൊണ്ട് പോകാൻ, അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ ആളുകൾ നടത്തുകയുണ്ടായത്. വലഖദ് കാനൂ അഹദുല്ലാഹ മിൻ ഖബൽ. അപ്പൊ അതില് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവര് ഉഹദിനെ തുടർന്ന് നടത്തിയിട്ടുള്ള ശപഥം ലാ യുവല്ലൂനൽ അദ്ബാർ എന്നതാണ്.
അവരിനി ഒരിക്കലും തന്നെ പിന്തിരിഞ്ഞോടുകയില്ല ഒരു കാരണവശാലും. ജീവൻ ബലി കൊടുക്കേണ്ടി വരികയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്ത് നഷ്ടമുണ്ടാവുകയാണെങ്കിലും ഞങ്ങൾ യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കും, ധീരമായിട്ട് പോരാടും, ഒരു കാരണവശാലും പിന്തിരിഞ്ഞോടുന്ന വിഷയം ഉണ്ടാവുകയില്ല എന്ന് കരാർ ചെയ്ത ആളുകളാണ്. ഈ ആളുകള് ആ ശപഥം കാരണമായിട്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റൊരവസരത്തിൽ അവരെ ആ ശപഥം അവർ പാലിക്കുമോ എന്നത് അള്ളാഹു തീർച്ചയായിട്ടും പരീക്ഷിക്കും. അതാണ് ഇവിടെ അഹ്സാബിന്റെ സന്ദർഭത്തിൽ നടക്കുകയുണ്ടായത് എന്നാണ് അള്ളാഹു പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത്. വകാന അഹ്ദുല്ലാഹി മസ്ഊല. അള്ളാഹുവുമായിട്ട് ഒരാൾ അങ്ങനെ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് സ്വകാര്യമായിട്ടുള്ള ഉടമ്പടി ആയാലും പരസ്യമായി ചെയ്ത ഒരു ശപഥമായാലും, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ആരെങ്കിലും അങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അത് പാലിച്ചുവോ എന്നത് അള്ളാഹു അവരെ അക്കാര്യത്തിൽ വിചാരണ ചെയ്യുന്നത് തന്നെയാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതില് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മളുടെ പോലെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഇവിടെ ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിൻ്റെതാണ് വിഷയം. അതുപോലെ പ്രതിരോധത്തിൻ്റെതാണ്. ജീവൻ കൊടുത്തുകൊണ്ടും എല്ലാ ത്യാഗവും അനുഭവിച്ചുകൊണ്ടും ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത്. യഥാർത്ഥത്തിൽ ഈ ആളുകളൊക്കെ മറ്റു പല രംഗങ്ങളിലും പലപ്പോഴും എല്ലാറ്റിലും മുന്നിലുണ്ടായിരുന്ന ആളുകളായിരുന്നിരിക്കും. അവരെ ഒരു പരീക്ഷണത്തിന് വിധേയരാക്കുമ്പോൾ മാത്രമാണ് അവര് എത്രത്തോളം പ്രതിബദ്ധത ഉണ്ട്, അവര് എത്രത്തോളം അർപ്പണബോധമുള്ളവരായിരുന്നു എന്ന വിധത്തില് കാര്യങ്ങൾ വ്യക്തമാവുന്നത്. ഇപ്പോ സൂറത്ത് തൗബയില് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, മുനാഫിക്കുകളുടെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അവിടെയും നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കാണാൻ കഴിയുന്നത്, മിക്കവാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച എല്ലാ യുദ്ധങ്ങളുടെയും ഘട്ടങ്ങളിൽ ഈ കപടവിശ്വാസികളും അതുപോലെ മനസ്സിൽ രോഗബാധയുള്ള ആളുകൾ, ചാഞ്ചല്യത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസ ദൗർബല്യത്തിന്റെ, ദാർഢ്യതയില്ലാത്തതിന്റെ ചില രോഗബാധയുള്ള ആളുകൾ, ഇവര് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് ഖുർആൻ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. ഉഹദിനെ തുടർന്നുള്ള വിലയിരുത്തലിൽ വരുന്നുണ്ട്. ആലി ഇമ്രാൻ, സൂറത്തു ആലി ഇമ്രാനിൽ. ഇവിടെ സൂറത്തുൽ അഹ്സാബ് ബനു ഖുറൈള സംഭവങ്ങളെ തുടർന്നുള്ള വിലയിരുത്തലിൽ വരുന്നുണ്ട്. അതുപോലെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള ആ സൈനിക നീക്കമൊക്കെ കഴിഞ്ഞ് മടങ്ങിയിട്ടുള്ള ഘട്ടത്തില് അത് വിലയിരുത്തിക്കൊണ്ട് സൂറത്ത് തൗബയിൽ വിശദമായിട്ട് പറയുന്നിടത്തും ഇതേ വിഷയം കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു ഈ കപടവിശ്വാസികളെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് അവരാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ട് അർഹിക്കുന്നവരായി മാറുന്നത് എന്ന വിധത്തിലാണ്. ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന വിധത്തിൽ പരാമർശിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥത്തില് ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു രംഗമാണ്, ഒരു മേഖലയാണിത് എന്നത് നമ്മുടെ സമൂഹത്തില് ഇസ്ലാമിക നേതൃത്വത്തിൽ, ഇസ്ലാമിക സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ വളരെ ബോധപൂർവം വിസ്മരിച്ചിട്ടുള്ള പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രതിരോധത്തിന്റെയോ അല്ലെങ്കിൽ വലിയ സാക്രിഫൈസ് ആവശ്യമുള്ള വിഷയത്തിന്റെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ തന്നെ ഏറ്റവും വലിയ പാതകമായിട്ട് കാണുന്ന, ഏറ്റവും വലിയ തെറ്റായിട്ട് കാണുന്ന ഒരു മനോഘടനയാണ് പലപ്പോഴും
മുസ്ലിം സംഘടിത വിഭാഗങ്ങളുടെ നേതൃത്വത്തിലൊക്കെയുള്ള ആളുകൾ അതിനെ നോക്കിക്കാണുന്നതും അതിനെ പരാമർശിക്കുന്നതും ഒക്കെ എന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു സമൂഹവും ആത്മപ്രതിരോധത്തിനുള്ള ഒരുക്കങ്ങളോ സജ്ജീകരണങ്ങളോ ചെയ്യാതെ അതിജീവിച്ചിട്ടില്ല. ബുദ്ധമതത്തിന്റെ അനുയായികളും ജൈനമതത്തിന്റെ അനുയായികളും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറ്റിയേറ്റു പോയതിനൊക്കെ ഒരു ചരിത്രവും പശ്ചാത്തലവും ഒക്കെ ഉണ്ട്. അവര് നേരിട്ടിരുന്നത് ഏതു വിധത്തിലുള്ള ഉന്മൂലന ഭീഷണിയാണ് എന്നതൊക്കെ ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമാനമായ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പല വിഭാഗങ്ങളുമുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ലക്ഷ്യമിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നതിലും സംശയമില്ല. ഇതൊന്നും ഞാൻ എവിടെയും സ്രോതസ് ഉദ്ധരിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അത്രയും വ്യക്തതയുള്ള നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹു വിശ്വാസികളെ പരീക്ഷണത്തിന് വിധേയരാക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രംഗം അവർ ബാക്കിയുള്ളതിലൊക്കെ മുന്നിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. നമസ്കരിക്കാൻ അവര് മുന്നിലുണ്ട്. അതുപോലെ നോമ്പ് അനുഷ്ഠിക്കുന്ന കാര്യത്തില് ജക്കാത്ത് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ അവര് ഉണ്ട്. പക്ഷെ ഈ ആളുകള് ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് വിധേയരാവുന്നത് ഈ ഏറ്റവും ഏറെ ത്യാഗം ആവശ്യമായിട്ടുള്ള ഈ ഒരു രംഗത്താണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് വിശ്വാസപരമായ തെളിമയും അതുപോലെ തന്നെ ഭദ്രതയും ഒക്കെ ഓരോരുത്തരും അവരുടെ നിലപാടുകളിലൂടെ സ്വയം ബോധ്യപ്പെടുത്തുകയും അള്ളാഹുവിന്റെ മുന്നിൽ അത് സംബന്ധമായി ഒരു വ്യക്തതയോടുകൂടിയുള്ള ഒരു ഉത്തരം പറയാൻ സാധിക്കും എന്നതും ഉറപ്പുവരുത്തുക എന്നത് ഓരോരുത്തരുടെയും വിശ്വാസപരമായ ബാധ്യതയാണ് എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. ഉഹുദില് പിന്തിരിഞ്ഞോടിയ പിൻവാങ്ങിക്കളഞ്ഞ പലരുടെയും കാര്യത്തില് അവര് ഇനിയൊരിക്കലും തന്നെ പിന്തിരിഞ്ഞോടുകയില്ല എന്ന് ശപഥം ചെയ്ത ആളുകളായിരുന്നു. എന്നാൽ അവരിപ്പോ അഹ്സാബില് ഏകദേശം 2 വർഷം പിന്നിട്ട ഘട്ടത്തില് ഇതേ പിന്തിരിഞ്ഞു ഓടാനുള്ള മനസ്ഥിതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ടാണ് തങ്ങളുടെ വീടുകളും കുടുംബങ്ങളും ഒക്കെ അരക്ഷിതമാണ്, അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് യുദ്ധക്കളം വിട്ടു പോകാൻ അനുമതി തേടിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ശത്രുക്കളെങ്ങാനും മദീനയിലേക്ക് ഇരമ്പിക്കയറി നാലുപാടുനിന്നും വരികയും ഈ കപടവിശ്വാസികളോട് കലാപം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നെങ്കിൽ ഇവരിൽ അധിക പേരും അതിന് സന്നദ്ധരാകുമായിരുന്നു. വളരെ കുറഞ്ഞ വിധത്തിൽ മാത്രമേ അവരതിന് വൈമനസ്യം കാണിക്കുന്നവരായി ഉണ്ടാകുമായിരുന്നുള്ളൂ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇവിടെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. മദീനയിലേക്ക് ഇരമ്പിക്കയറാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ വന്ന് ആരും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ കലാപം ഉണ്ടാക്കിക്കോളൂ എന്ന വിധത്തിൽ പ്രേരിപ്പിച്ചിട്ടുമില്ല. പക്ഷെ എങ്ങാനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരതിനും പ്രേരിതരാകുമായിരുന്നു എന്നാണ് ഖുർആൻ അവരെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. ഒമാ തലബ്ബസു ബിഹാ ഇല്ലാ യസീറ, വളരെ പരിമിതമായിട്ട് മാത്രമല്ലാതെ അവരതിന് വൈമനസ്യം കാണിക്കുമായിരുന്നില്ല. വളരെ പരിമിതമായിട്ട് മാത്രമേ അവര് വൈമനസ്യം കാണിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു തുറന്ന് പറയുന്നത്. വലഖദ് കാനൂ അഹദുല്ലാഹ മിൻ ഖബൽ, അവര് നേരത്തെ അള്ളാഹുവുമായിട്ട് കരാറിൽ ഏർപ്പെട്ട ആളുകളാണ്. ലാ യുവല്ലൂനൽ അദ്ബാർ, പുറകോട്ട് പിന്തിരിഞ്ഞ് ഓടിക്കളയുകയില്ല എന്നതാണ് അവര് ശപഥം ചെയ്ത് പറഞ്ഞിരുന്നത്.
വകാന അഹദുല്ലാഹി മസ്ഊല. അള്ളാഹുവിനോട് ചെയ്ത ശപഥം തീർച്ചയായിട്ടും ചോദ്യത്തിന് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യും, ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തുൽ അഹ്സാബ് അതിലെ 14-15 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അഹ്സാബ് ബനൂ ഖുറൈള സംഭവങ്ങളെ തുടർന്നുള്ള അവയെ വിലയിരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെടുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിശ്വാസപരമായ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ജീവിതാന്ത്യം വരെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിലൊക്കെ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.